റിസർവേഷൻ ഒക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലാതെ ഇതിൽ കേറൂ. ഹലോ, അല്ല ഇത് ആര്? നാടാൻ സാറാ? അയ്യോ, ഇതാര്? ടോണിക്കുട്ടനോ? ടോണി, ഇവനെ കേട്ടേരി. ഓക്കെ ആണല്ലോ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പുലിവാലുണ്ടാക്കി വെറുതെ എന്നെ സസ്പെൻഷനിലാക്കരുത് സാറേ. അവിടെ കളർ മറ്റുണ്ടോന്നു? ഏത്? അകത്തുണ്ട് ഫുള്ളൊരെണ്ണം, ബാഗിനുള്ളിലുണ്ട്. തൃശ്ശൂർ വേറെ വരും. എന്ത് കളി അപ്പൊ ട്രെയിനോ? പറയണ്ടെന്ന് വിചാരിക്കുമ്പോ കേറി പോവാ. ഞാനൊരു സ്പോർട്സ്മാനാടാ. സാറേ, എന്താ പ്രശ്നം? എന്താ ടോണിക്കുട്ട, എന്റെ പൊന്ന് ടോണിക്കുട്ട, എന്റെ പണി കളയിക്കരുത് മോനെ. ആ കൊല്ലത്തെ മുതലാളി ഇല്ലേ ആർക്കനായാലും, അയാള് ചോദിക്കുക ഇവിടെ ആരാ അലമ്പുണ്ടാക്കണേന്ന്. റെയിൽവേ ചീഫ് ഓഫീസർമാരൊക്കെ ആയിട്ട് വലിയ ബന്ധമുള്ള ആളാ. എന്റെ പണി കളയിക്കരുത് മോനെ. അയ്യോ, കേട്ടിട്ടില്ലേ കൊല്ലത്തെ ഭയങ്കര മുതലാളി പാർട്ടീസാ. ശരി, ഞങ്ങള് നിർത്തിയേക്കാം. സംഗീത ബോധമില്ലാത്ത കുറെ മുതലാളിമാരെ ഇല്ല. ഞാൻ നാളെ അയാളോട് ചോദിച്ചു നോക്കി. ഞാൻ വരാട്ടാ. വിളിച്ചാ? ഇല്ലല്ലോ. വിളിച്ചില്ലേ? വിളിച്ചു. വിളിച്ചുണ്ട്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഉണ്ട്. പാടില്ല നമ്മെ കഴിവഴി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇതേത് പാട്ട്? കുടിക്ക. അയ്യോ, ഇത് ആർക്കാ? എന്റെ ചങ്ക് കത്തിപ്പോയി മോനെ. സാറേ, നീ എന്തിനാ മോനെ എന്റെ ചങ്ക് കത്തിക്കണേ? എന്താ ഉദ്ദേശം? അതെ, എനിക്കൊരു സഹായം ചെയ്യോ? നമ്മുടെ ആർക്കെന്നായിരുന്നില്ലേ, അയാളുടെ ക്യാബിന് 3 പേരല്ലേ ഉള്ളൂ. അവിടെ 4 പേർക്ക് ഇരിക്കാമല്ലോ. അപ്പൊ എനിക്ക് അങ്ങോട്ട് പോയിരിക്കാമല്ലോ. നിങ്ങൾ പോയി പണ്ടാരാണ്. അങ്ങനെ പറയരുത്. മോന്റെ കൂടെ വന്ന കുട്ടികളല്ലേ, അങ്ങനെ പറയുമ്പോ അവർക്ക് ഉണ്ടാവില്ല വിഷമം. മോനിപ്പോ എന്താ വേണ്ടേ? ആ കൂപ്പയിൽ പോയിരിക്കണേ, അത്രയല്ലേ വേണ്ടു. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ കൂപ്പയിലുള്ളവർ ഈ കൂപ്പയിലേക്ക് ആക്കി, ഈ കൂപ്പയിലുള്ളവർ ആ കൂപ്പയിലൊന്നും വേണ്ട. ആർക്കാരും എന്നോട് പറഞ്ഞു, എന്നെ ആ കൂപ്പയിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്, ഇവിടെ വന്നിരിക്കാമല്ലോ, നമുക്ക് സംസാരിച്ച് ജോളിയായിട്ട് പോവാമല്ലോ. അപ്പൊ ഞാൻ അവിടെ ചെന്നില്ലേ, അയാൾക്കൊരു വിഷമാവില്ലേ? എന്റെ പൊന്ന് മോനെ, നിന്റെ പുള് കള. എന്നിട്ട് ആ പെങ്കൊച്ചിന്റെ കൂടെ നിന്നിട്ട് അതെ, ഇപ്പൊ റെയിൽവേ വലിയ സ്ട്രിക്റ്റാ. സീറ്റ് നമ്പർ എവിടെ ഇട്ടിരിക്കുന്നോ അവിടെ ഇരുന്നോളണമെന്നാ നിയമം. ആ ക്യാബിന് 3 പേരല്ലേ ഉള്ളൂ. മോനെ, നീ എന്റെ പണി കളയിക്കരുത്. ഇനിയുള്ളത് എറണാകുളം കോട്ടയാ. എറണാകുളത്ത് നിന്ന് ഏറുന്ന ഏവനാണെങ്കിലും അവന് ഈ ക്യാബിനുള്ള സീറ്റ് കൊടുത്താൽ പോരെ. എന്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടകാലത്തിന് എറണാകുളത്ത് നിന്ന് കയറുന്നത് വല്ല റെയിൽവേ ഓഫീസറാണെങ്കിൽ ചിലപ്പോ എന്റെ പണി പോവും. അതുകൊണ്ട് എറണാകുളം എത്തട്ടെ, അവിടുന്ന് കയറുന്ന പാർട്ടി ഏതാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ? അളി അങ്ങനെ ഒറ്റയ്ക്ക് സൂഹിക്കാൻ പോവാണല്ലേ? എറണാകുളത്ത് നിന്ന് കയറുന്ന പാർട്ടി അളിയന് സീറ്റ് തരാതിരിക്കട്ടെ. നീ എന്റെ കരുതാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ. എറണാകുളത്ത് നിന്ന് കയറുന്നവൻ ആരായിരിക്കും? ആരായിരുന്നാലും നമുക്ക് അവനെ ഒതുക്കല്ലേ നാരായണ സാറേ. റെയിൽവേ ഓഫീസർ അല്ലെങ്കിൽ അവൻ ഒതുക്കുന്ന കാര്യം ഞാനേ. നീ ഗ്ലാസ് ഗ്ലാസ് ഇങ്ങനെ അവിടെ കൊണ്ടുപോയി. ഇവിടെ നിൽക്കുകയാണോ? പോയടാ മോനെ, ആ സീറ്റിലെ ആളൊന്നും. ആള് വന്നതിനൊന്നും വലിയ കാര്യമില്ല. അവൻ റെയിൽവേയിലെ ഓഫീസർ ഒന്നും അത് പറയാൻ പറ്റില്ല. നീജമാനം കളിക്കാതെ ആ ചെറുക്കൻ എങ്ങനെ റെയിൽവേ ഓഫീസർ ആവുന്നത്? ഇനി അതാണെങ്കിൽ തന്നെ അവൻ റെയിൽവേയിലെ സ്വീപ്പറോ അല്ലെ പാളത്തിൽ കൊടി പിടിക്കുന്നതോ? പാളത്തിൽ കൊടി പിടിക്കുന്നതിനൊക്കെ വെൽ ഡ്രസ് ആയിട്ടുള്ള വരിക. ഇക്കാലത്ത് വെൽ ഡ്രസ്ഡ് ആണെന്ന് ഒരു കാര്യമില്ല. റെയിൽവേ ഓഫീസറിലും തനിക്ക് ഉറപ്പാണ്? ഏകദേശം എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കാര്യമായിട്ട് സംസാരിച്ചു നോക്കാം. കുഞ്ഞു കുഴപ്പമുണ്ടാക്കരുത്. ഇയാളെന്താ കുഴപ്പമുണ്ടാക്കല്ലേ? ഞാൻ കുഴപ്പക്കാരനാ? അതല്ല, ഞാൻ അങ്ങോട്ട് പോയി മാന്യമായിട്ട് ഡീസന്റ് ആയിട്ട് സംസാരിച്ച് കൈകാര്യം ചെയ്യാം. അല്ലെ ഒന്നുകൂടി മനസ്സിന്റെ ധൈര്യം വരട്ടെ.
എനിക്ക് കുറച്ച് ഒഴിച്ചു, എനിക്ക് കുറച്ച് ധൈര്യം വരട്ടെ. എങ്ങനെയുണ്ട് എന്നെ കണ്ടീഷൻ എങ്ങനെയുണ്ട്? കൊള്ളാം, ഡീസന്റ് ആയിരിക്കും. കുറച്ചും ഒഴിക്കും. ഒരു കാര്യം ആക്കിയിട്ട് പോകരുത് കേട്ടാ. നിനക്ക് എന്തൊക്കെ സൗകര്യം ആ മുറിക്കകത്ത് ചെയ്ത് തരാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ തനിക്ക് എന്താ എത്ര നിർബന്ധം ഈ മുറിക്കകത്തന്നെ കുത്തിയിരിക്കണമെന്ന്? നിന്റെ ഭാര്യ അമ്മായി എപ്പോഴും അമ്മായി അമ്മ ഇതിനകത്തിരിക്കണ. അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞ നീ എന്ത് ചെയ്യണം? ആഴ്ചവന്റെ ഷേപ്പ് ഞാൻ മാറ്റൂ. അവൻ ആരവൻ? എന്നാ അവൻ അറിഞ്ഞൂടാ. എന്താ എന്താ പ്രശ്നം? ഇവന് രണ്ടടി കൊടുത്തിട്ട് തന്നെ കാര്യം. എന്താ കാര്യം? കുറെ നേരം ആയി ഇവനോട് കിടന്ന് കളിക്കുന്നു. എന്താ കാര്യം? അല്ല സാറേ, ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഇയാൾക്ക് ഇവിടെ വന്നിരിക്കണം. ഞാൻ അങ്ങോട്ട് മാറി കൊടുക്കണമെന്ന് പറഞ്ഞു ബഹളം. അല്ല എന്താ ഇത് എന്താ സീറ്റല്ലേ? ഞാൻ ഈ കള്ളുടി മാറി അതാണല്ലേ കാര്യം. തനിക്ക് ഇവിടെ എന്താ കാര്യം? എനിക്കിവിടെ പല കാര്യമുണ്ട്. ഒരു പുല്ല് കാര്യമില്ല. ആദ്യം കളിച്ചാ നിന്റെ ആർക്കാരാന്ന് എനിക്കറിയില്ല. നിന്നെ വന്നപ്പോ മുതലേ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഭാര്യയും കുടുംബമായിട്ട് യാത്ര ചെയ്യുന്നിടത്ത് വന്ന അവന്റെ ഒരു കളിയും. ടോണി വാ മോനെ. സാറ് ഇതിലിടവണ്ട. സാറ് പോയെ. ഞാനാ വിളിക്കുന്നേ ടോണി. അതിന് ഈ ജാതി പാർട്ടീസിനൊക്കെ ട്രെയിനിൽ വെച്ച് പൊറപ്പിച്ചാലുണ്ടല്ലോ തന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും. സാറെ ക്ഷമിക്കണം, കുടിക്കണല്ലേ. എന്തോ വേണം ചെവിക്കാത്തിട്ട് ഊന്നുന്നത്? അല്ല വലിച്ചോണ്ട് പോന്നു. അത് ട്രെയിൻ ഞാൻ വലിച്ചു. ഞാൻ ചെയ്യും വലിച്ചേരാം. ഞാൻ ചെയ്യും വലിച്ചേരാം. അല്ലല്ല ഞാൻ ചെയ്യും വലിച്ചേരാം. അല്ല അല്ല ഒരു അല്ല ഒന്ന് എന്താ പ്രശ്നം? പിന്നെ രാവിലെ മറ്റേ വാചകമൊന്നും അടിക്കണ്ട. കാര്യം പറയട്ടെ. അല്ല സാറേ, ഞാൻ കാര്യം പറയട്ടെ. ഞാൻ അവിടെ ഇരുന്ന അയാൾക്ക് എന്തോ കുഴപ്പം പറ്റുന്ന അവിടെ ഉരുകി പോവോ? അല്ല ഞാനും അവനായിട്ട് തനിക്ക് എന്താ വ്യത്യാസം? അവനാരാ? തന്റെ മരുമാനോ? അത് പുറത്തെടുക്കണോ? അങ്ങനെയാണെങ്കിൽ പുന്നാലെ മോനായി കെട്ടിച്ചു വിടണോ? അല്ല പിന്നെ ഒരമ്മായ പിന്നെ സ്നേഹമാണെന്ന് വിചാരിച്ചോളാം. എടാ സാർ വേണ്ട. സാർ അകത്ത് കയറി സാർ. അങ്ങനെ വല്ല കശുവണ്ടി തനിക്ക് വേണേ താലകത്ത് പോയിടോ. അല്ല അല്ല എനിക്ക് ഗവൺമെന്റ് ഇനിയിപ്പോ ഇത് മതി. മനുഷ്യൻ ഈ തീവണ്ടി നിന്ന് മറിയുന്ന തോന്നണേ. ഞാൻ ഒരു കാര്യം പറയാം. ഈ വണ്ടി മദ്രാസിൽ എത്തുന്നതിന് മുമ്പ് എന്റെ ജോലി പോയില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോ. എല്ലാവരോട്ടും പറയാ, മദ്രാസിൽ ചെന്ന് ഇറങ്ങിയ ക്രിക്കറ്റ് കളി കാണുന്ന പരിപാടിയില്ല, നിന്റെ നോവല് സിനിമയാക്കുന്ന പരിപാടിയില്ല, പിന്നെ മറ്റു പരിപാടിയില്ല. മദ്രാസ് സ്റ്റേഷനിൽ ചെന്നാലേ അവനവന്റെ അമ്മയപ്പന്റെ ക്യാബിന് വെളിയിറങ്ങല്ലോ. അവനെ അടിച്ച് അവന്റെ 32 പല്ലും വായിടാതെ നമ്മൾ പ്ലാറ്റ്ഫോം ഇടുന്ന പ്രശ്നമില്ല. ചെറിയൊരു ആൾട്രേഷൻ. 32 പല്ലിൽ ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ ഫ്രണ്ടില്. മരിച്ചു പോയ നിന്റെ വല്യമ്മച്ചിക്ക് അങ്ങനെ ആയിരുന്നു. അതൊരഴകാ. ചൂടാ മക്കളെ, എന്റെ ഡ്യൂട്ടി കഴിയാറായി. അടുത്ത സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങും. അതിനു മുമ്പൊന്നും മിനുങ്ങണല്ലോ. എന്തൊരു ക്ഷീണം. അതിന് നിങ്ങൾ മമ്മൂട്ടിയുടെ മുറിയിൽ ഒരു കമ്പനി കൂടിയില്ലേ? അയ്യേ, അങ്ങോരുടെ കൂടെ കമ്പനി കൂടിയിട്ട് എന്താ കാര്യം? ഇത് വല്ലതും അവിടെ കിട്ടുമോ? കമ്പനി കൂടണമെങ്കിൽ നെടുമുടിയുടെ കൂടെ കൂടണം. ആ കൊട്ടും പാട്ടും പാട്ടും കൊട്ടും കൊട്ടുപടിയും. ഓ, പിന്നെ ഇതൊരു ബാറല്ലായിരുന്നോ? പുള്ളി നല്ല വീശാണോ? പിന്നെ അയാൾ ഒരെണ്ണടിക്കുന്നു, ഞാൻ ഒരെണ്ണടിക്കുന്നു. തൃശ്ശൂർ എടുത്തേ, തൃശ്ശൂരിന്ന് വാങ്ങിച്ചെടുക്കാം. ഒറ്റ വിചാരേ ഉള്ളൂ. റിയാക്ഷൻ അല്ലേ? നിർത്ത്. ജം 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 ജം. ഇനി ടോണി ഓടാ. ഉദ്ദേശിക്കില്ല, നിങ്ങൾ ഉദ്ദേശിക്കില്ല കേട്ടാ. ഒഴിച്ചോ, നന്നായിട്ട് നിറഞ്ഞു കിടക്കട്ടെ. ഒഴിച്ചോ 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 ഒഴിച്ചോ. വെള്ളം വേണോ? വെള്ളം വേണ്ട, വെള്ളം നമുക്ക് പിന്നെ കഴിക്കാം. സമയമുണ്ട്, ഞാൻ പറയാപ്പോ. ഏലാമ്പി.
നാടാതെ ആ നാടാതെ ഞാനൊരു പാട്ട് പാടട്ടെ ഞാനൊരു പാട്ട് പാടുന്നു നാടാതെ ഒരു പാട്ട് പാടാൻ പോവാണ് ഇതോ പിടിക്കേ ഇത് ഞാൻ ചോറാ നാടാറുടെ ചോറങ്ങ് എടുത്തു പോയി കേട്ട് പാട് അതിലിട്ട് കൂട്ടൊന്നും വേണ്ട അതിന്മേ താഴെ വിളിച്ച അതെല്ലാം കൂടെ മറിയ താഴെ വീഴുന്നു താളം പിടിക്കാനല്ല എനിക്കിങ്ങനെ മുറുക്കി പിടിക്കുന്ന അഴകാന നീലി വരും പരുപോലെ ഓടി വരും കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട നീ കാണാതെ ഇന്ന് വരും ടോണിക്കുട്ട ഇന്നെങ്കിൽ നാളെ വരും നാളെങ്കിൽ മറ്റന്നാൾ വരൂ എന്നെങ്കിലും എപ്പോഴും വരൂ ടോണിക്കുട്ട ഇന്ന് വരും ടോണിക്കുട്ട ഹലോ കവിൻ ഇച്ചിരി കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഫ്രണ്ടാ ടോണി കുരിശിങ്കൽ കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ ഫാമിലി വലിയ എസ്റ്റേറ്റ് പാർട്ടി കേട്ടിട്ടുണ്ട് കിളത്താതെ ടോണി കുരിശിങ്കൽ സാർ എങ്ങോട്ട് പോകുന്നു? ഞാൻ മദ്രാസിൽ പോകും. ഞങ്ങള് മദ്രാസിലേക്കാണ്. ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളി കാണണം. പിന്നെ മിസ്റ്റർ മമ്മൂട്ടി അല്ലേ? ഐ എം ടോണി കുരിശിങ്കൽ. ഞാൻ സാറിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിന്റെ. നല്ല ആക്ടിങ് ആണ്, നല്ല അഭിപ്രായമാണ്. പിന്നെ സത്യം പറഞ്ഞ അസൂയുണ്ട്. കേട്ടാ, ഈ പെണ്ണുങ്ങളും മമ്മൂട്ടി എന്ന് പറയുമ്പോ ഈ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ മമ്മൂട്ടിയെ പോലെ നടക്കുക, മമ്മൂട്ടിയെ പോലെ ഇരിക്കുക എന്ന് പറയുമ്പോ എനിക്ക് അസൂയൊന്നും ഇല്ല കേട്ടാ. മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയ ഉണ്ടാവും. എന്റെ കാര്യം ഇവൻ നമ്മുടെ ഫ്രണ്ടാണ്. ഞാൻ നേരത്തെ സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവൻ നോവലിസ്റ്റ് ആണ്, ലിറ്റററി നോവലിസ്റ്റ്. എന്റെ നോവലിന്റെ പേര് വാരിക്കുഴിയിലെ കൊലപാതകം. നല്ല ഉഗ്രൻ ബോറാണ്. നിന്റെ നോവൽ ആര് സിനിമയാക്കിയില്ലെങ്കിലും ഞാൻ സിനിമയാക്കും. ഒരു മലയാള സിനിമയ്ക്ക് എത്ര രൂപയാവും? അതിപ്പോ പറയാൻ പറ്റില്ല. ഡിപ്പെൻസ് അല്ലേ? നല്ല 10-20 ലക്ഷം രൂപയാവും അല്ലേ? ഞാനും ഈ ഫീൽഡിൽ ഇറങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, എന്റെ എസ്റ്റേറ്റ് ഒക്കെ വിറ്റിട്ട്. ഞാനൊന്ന് ചെറുതായിരിക്കുമ്പോ അവിടെ ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. നസീർ ഷീലയൊക്കെ ഒരു ദിവസം കൊണ്ട് വരാത്തുണ്ട്. നല്ല ലൊക്കേഷനാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. വെടിയിറച്ചിയെ കിട്ടും. പുലിയിറച്ചി തിന്നിട്ടുണ്ട്. നമ്മളെ പോലെ മനുഷ്യൻ തന്നെ സാറ് അല്ലേ? എന്തോ പേപ്പർ പ്രിന്റ് ഷർട്ടാ ഇത്. എളുപ്പം ചീത്തയായി പോവും. എനിക്ക് ഇതുപോലെ 6 ഉണ്ടായിരുന്നു. ഇതെന്തോന്ന് ടൈം കൈ കെട്ടുന്ന സാധനം വലുതാവല്, ചെറുതായിരിക്കണം. HMT അത് ക്യാമറ കനയുള്ളൂ. എന്റെ ഇരിക്കുന്ന ഇത്ര വലുതല്ല, ചെറുത് സ്മാൾ സൈസ്. സിനിമ കാണുന്ന പോലെ തന്നെ. ടോണി ഉറങ്ങാറായില്ലേ? സാറ് ഫുഡൊക്കെ കഴിച്ചാ? ടോണി പോവാൻ. ടോണി ഞാൻ ഡിസ്റ്റർബൻസ് ആയ? ഇല്ല. ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ. ഡിസ്റ്റർബൻസ് ആവണം. ഷോ ഡിസ്റ്റർബൻസ് ആയ? ഞാൻ ടച്ച് ചെയ്തോട്ടാ. സ്മോൾ ടച്ച്. ആണുങ്ങളെ ഡീൽ ചെയ്തണ്ട. ടോണി വാ പോവാൻ. ടോണി ഡിസ്റ്റർബൻസ് ആയ? ഇല്ല. പേരെന്തത്? ടോണി കുരിശിങ്കൽ. മമ്മൂട്ടി എനിക്കറിയാം. ഞാൻ മറ്റേ കുറച്ച് ഓവറാണ്, അതാണ്.
ഞാൻ സാർ ഉറങ്ങണ്ടോ? ഏയ് സാറിന്റെ മിസ് തള്ളാണ്, സാറിന്റെ മിസ് തള്ളാണ്. സാറ് വിചാരിക്കില്ലേ ഞാൻ ഫിറ്റാണെന്ന്. സാർ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങള് അനാഥരായി പോവും. അങ്ങനെ പറയല്ല പൊന്നു മോനെ. നിങ്ങളെ അങ്ങനെ അനാഥരാക്കിയിട്ട് ഞാൻ പോവോ? എനിക്ക് പകരം ഈ വണ്ടി കയറുന്നത് എന്റെ സ്വന്തം പാർട്ടിയാ, ചൊക്കലിംഗം. ചൊക്കി. ഞാൻ വിചാരിച്ചു മഹാലിംഗമായിരിക്കും. ഒരുമാതിരി തൊട്ടിയാവാതെ. ആളെങ്ങനെ മദ്യപാനിയാണോ? ഏയ്, എല്ലാവരും സ്മോൾ അടിക്കുമ്പോ അയാൾ രസവും സാമ്പാറും കഴിക്കും. പട്ടര പട്ടര പട്ടരല്ല, പട്ട പട്ട. നാടാരേ, ചൊക്കി ചൊക്കി, നമ്മുടെ ചൊക്കി വാങ്ങ വാ. അയ്യോ എന്നെ സൗഖ്യമാ. പറവായില്ലടാ. പിടിച്ചോ, ഇത് നമ്മുടെ പിള്ളേരാ, വേണ്ടതുപോലെ ഗവനിക്കാം. കൈകൂടെ. ഹലോ ഹലോ. നല്ല പിള്ളേരാ. പാത്താലേ ശരി. അഴകാന നീലി വരും പരുപോലെ ഓടി വരും, കണ്ണാടി പോലെ വരും. നീ കോട്ട ബ്ലാക്കിൽ വിറ്റാ ഓടുക. ഒരു 5 മിനിറ്റ് സ്പെയർ ചെയ്യാൻ പറ്റുമോ? എന്താ കാര്യം? കാര്യമുണ്ട്. അതെ, ഞാൻ നേരത്തെ വന്നപ്പോ കുറച്ച് ജാട സംസാരിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അതൊക്കെ ഒരു അഭിനയ, ഒരു ഷോ. നീങ്ങോടാ. പറയല്ലേ, സത്യം പറഞ്ഞ സിനിമയിൽ തലയാണിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇവൻ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. സ്കൂളിലും കോളേജിലും ഒക്കെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. ഒന്ന് കണ്ടേ, കാണട്ടെ നീ. ഇരുന്ന് കുണുങ്ങാതെ കാണിക്കും. നീ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഇവ ഉമ്മറിന്റെയും ശങ്കരാടിയുടെയും ജനാർദ്ദന്റെ ഒക്കെ നല്ല ഗംഭീരമായിട്ട് കാണിക്കും. ആദ്യം ആരെ കാണിക്കണം? ആദ്യം ശങ്കരാടി. ഞാൻ കാണിക്കാം. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ആ ശരി. അതായത് ഒന്നാമത് ഷുഗർ മൈക്ക് വേണം. പിന്നെ മദ്യപിച്ചുകൊണ്ട് കാണിക്കാൻ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല, കാണട്ടെ. അത് ശങ്കരാടി സാറിനെ കാണിക്കാം. നോക്കണം. അപ്പോ ചെറുപ്പത്തിലെ നാട് വിട്ടവനാണ് ഞാൻ. പല രാജ്യങ്ങളും ചുറ്റിക്കറങ്ങി പല ഭാഷകളും പഠിച്ച് അവസാനം ഇവിടെ വന്ന് എത്തി. നിന്റെ അമ്മയുടെ പിണ്ണാം. കാണട്ടെ. ഉമ്മർ. ശോഭേ, നീ എന്നോട് സഹകരിച്ചാൽ ഞാൻ നിനക്ക് സാരി വാങ്ങിച്ചു തരും, ബ്ലൗസ് വാങ്ങിച്ചു തരും, നെക്ലേസ് വാങ്ങിച്ചു തരും, ആനയെ വാങ്ങിച്ചു തരും, ചേനയെ നമ്പറുകളൊക്കെ ഉണ്ടല്ലോ കയ്യിലേ. മമ്മൂട്ടിക്ക ഇവന്റെ ഹൈലൈറ്റ് ഇതൊന്നുമല്ല. ഇവ മമ്മൂട്ടിക്ക് അസലായിട്ട് ഞാൻ കാണിക്കൂല, എനിക്ക് ചമ്മല. പിന്നെ ഒരിക്കൽ കാണിക്കാം. മമ്മൂട്ടിക്ക, ഞങ്ങളിപ്പോ വന്നതേ ഞങ്ങൾക്ക് മമ്മൂട്ടിക്കടെ കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കണം. എടുത്തോ, ക്യാമറ ഉണ്ടോ? ക്യാമറ എവിടെ? ക്യാമറ തോണ്ടിരിക്കുന്നു. അതെടുക്കാം, അതിലെടുക്കാം. അത് ശരി, നമ്മളെ തന്നെ ഓസണം അല്ലേ? മമ്മൂട്ടിക്ക സ്നേഹം തോളത് കഴിക്കണോ? അതെ. താങ്ക്സ്. ഇനി നീ ഇരിക്കേ തോളത് കഴിട്ടോ. ഇങ്ങോട്ട് നോക്ക്. നീ ഇരിക്കേ, ഞാൻ എടുക്കാം. റെഡി. താങ്ക് യു. ഞങ്ങള് കോപ്പീസ് അവിടെ നിന്ന് വാങ്ങിച്ചോളാം കേട്ടോ. പോലെ നിനക്ക് ഇനി ഞാൻ നിങ്ങളുടെ ഒരെണ്ണം എടുക്കാം. റയർ സ്പെസിമെൻ ആണല്ലോ. അയ്യോ, നമ്മുടെ 3 പേരും ഉണ്ടോ? ആ ഉണ്ട്. നീ ചിരിച്ച് സീരിയസ് ചിരിച്ച് അനങ്ങല്ലേ? റെഡി? ഒന്നുകൂടെ. താങ്ക് യു. നന്നായിരിക്കും. ഹലോ ഹിച്ച്കോക്ക്, മദ്രാസ് എത്താറായി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മമ്മൂക്ക. ഏയ് ടോണി കുരിശിങ്കൽ, ഗുഡ് മോർണിംഗ്. ഡിസ്റ്റർബൻസ് ആയോ?
ഗുഡ് മോർണിംഗ് മമ്മൂട്ടിക്ക. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ കാര്യങ്ങൾ വല്ലതും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. നല്ല ബ്രാൻഡിയും ബിസ്കിയും റമ്മും എല്ലാം കൂടെ കൂട്ടി കുഴച്ചടിച്ച് കുളമായി പോയി. സാർ ക്ഷമിക്കണം. ഞങ്ങളും ചളമായി പോയി. ഞാൻ ഇന്നലെ കള്ളു കുടിച്ച് കുറച്ച് അപമര്യാദയായിട്ടൊക്കെ പെരുമാറി. ഒന്നും മനഃപൂർവ്വം അല്ല, മനസ്സിൽ വെച്ചോണ്ടിരിക്കല്ലേ. സോറി. കളയടോ, ഇതിന്റെയൊക്കെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ എനിക്കും കഴിയും. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇതിനേക്കാളും വലിയ അഭ്യാസങ്ങൾ ഞാൻ ചെയ്തു. ഇന്നിപ്പോ നിങ്ങൾ ഈ കാണിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അസൂയ. നമുക്കത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ ഇന്നലെ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞ ആരാ? ഞാനാ. ഞാൻ AVM സ്റ്റുഡിയോയിലുണ്ടാവും 2-3 ദിവസം. സൗകര്യം പോലെ അങ്ങോട്ട് ഇറങ്ങും. മദ്രാസ് എടുക്കാറായി, കിടന്ന് ഉറങ്ങിക്കളല്ലേ. അറിയാവോ? സോറി കേട്ടോ. ആ, കാണാം. മഹാമാന്യന്മാരെ, കോട്ടയം നഗരത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ, പൗരപ്രമുഖന്മാരെ, ഞാൻ പറയാതെ തന്നെ ഇതൊരു യാത്രയപ്പ് യോഗമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യാത്ര പോകുന്നവരെ ഞാൻ പ്രത്യേകം പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിലും ഇമാതിരിയുള്ള ചടങ്ങുകളിൽ അനിവാര്യമായ ഒന്നാണല്ലോ ഈ പരിചയപ്പെടുത്തൽ. യാത്ര പോകേണ്ടവർക്ക് ട്രെയിനിന് സമയമായി. വളരെ തിടുക്കത്തിൽ ആ കർമ്മം ഞാൻ നിർവഹിക്കാം. ആദ്യമായി ടോണി കുരിശിങ്കൽ. മാല കൊണ്ടുവരാ. ടോണിയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ടോണി കുരിശിങ്കൽ, കുരിശിങ്കൽ കറിയാച്ചന്റെ, അതായത് ടോണി ഈ ബാറിൽ വന്ന് ചേക്കേറുന്നതിന് മുമ്പ് ഇവിടെ അല്ലറ ചില്ലറ തരികിടകളൊക്കെ കാണിച്ചിട്ടുള്ള സാക്ഷാൽ കാഞ്ഞിരപ്പള്ളി കുരിശിങ്കൽ കറിയാച്ചന്റെ ഏക മകൻ. സ്ഥലത്തെ പ്രധാന മാന്യനും, അതായത് പ്രധാന ആഭാസനും, സാമൂഹ്യ വിരുദ്ധനും, റബ്ബർ ഷീറ്റും തേങ്ങയും കുരുമുളകും ഏലക്കായും എന്തിന് ഒട്ടുപാല് മുതൽ മോഷ്ടിച്ച് ഈ ബാറിലെ പറ്റു തീർക്കുകയും കറിയാച്ചന് നിത്യ തലവേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന ശ്രീമാൻ ടോണിയെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ പോട്ടാ. അവിടെ നിൽക്കുക. അടുത്തതായി ശ്രീമാൻ ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. ആ, ഹിച്ച്കോക്കിനെ അറിയാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കുന്ന മദ്യപാനികളും ആഭാസന്മാരുമായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഒരുപക്ഷെ ഹിച്ച്കോക്കിനെ നമ്മളെക്കാളും നന്നായിട്ട് അറിയാം. അതും ഒരുമാതിരി മറ്റേ വർത്തമാനമല്ലോടാ. അയ്യേ, ഞാൻ മറ്റേ അർത്ഥത്തിലല്ല പറഞ്ഞത്. മലയാള പൈങ്കിളി വാരിക ശാഖയെ ഒറ്റയ്ക്ക് താങ്ങി നിർത്താൻ കഴിവുള്ള ഒരു തൂണാണ് സുപ്രസിദ്ധ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റായ ശ്രീമാൻ ഹിച്ച്കോക്ക് കഞ്ഞിക്കുഴി. അവനെ പിടിച്ചോളെ. പിടി. അവിടെ ഇരുത്താം. ആ, ഇദ്ദേഹത്തിന്റെ വാരിക്കുഴിയിലെ കൊലപാതകം എന്ന ലേറ്റസ്റ്റ് നോവൽ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിനും ഞാൻ ഈ യാത്രയപ്പിയോഗത്തിൽ സ്വീകരണം നൽകുന്നു. അടുത്തത് ശ്രീമാൻ ഹരി. വെറും ഹരിയല്ല, കുമ്പളം ഹരി. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ വിദ്യാർത്ഥി ജീവിതത്തിന്റെ ചുരുങ്ങിയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് 9ഓളം രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച് ഇപ്പതാ 10ാമത്തെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കയറിയിരിക്കുന്ന, അടുത്തു തന്നെ മന്ത്രിയാകാൻ പോലും സാധ്യതയുള്ള, ഒരുപക്ഷെ ഭാഗ്യം സിദ്ധിച്ചില്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മേയറെങ്കിലും ആകാൻ സാധ്യതയുള്ള ശ്രീമാൻ കുമ്പളം ഹരിയെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ മാന്യ സുഹൃത്തുക്കൾക്ക് ഞങ്ങൾക്ക് ട്രെയിന് സമയമായി പോണം. നമ്മുടെ മാന്യ സുഹൃത്തുക്കൾക്ക് ട്രെയിനിന് സമയമായി. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതിനു മുമ്പായി ഒരു വാക്കുകൂടി. ഇവരെന്തിനാണ് മദ്രാസിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ശരി, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. 3 ഉദ്ദേശങ്ങളാണ്. കോട്ടയം പട്ടണത്തിന് അഭിമാനം പകരുന്ന 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ മദ്രാസിലേക്ക് പോകുന്നത്. 1, കോട്ടയം പട്ടണത്തിൽ TV-യിൽ ക്രിക്കറ്റ് കളി കണ്ടിട്ടുള്ളവരേ ഉള്ളൂ, അല്ലെങ്കിൽ റേഡിയോ ചെവിയിൽ വെച്ച് മനസ്സിലാകാത്ത കമന്ററി ആയിട്ട് കൈയടിക്കുന്നവർ. എന്നാൽ മദ്രാസിൽ നടക്കുന്ന ക്രിക്കറ്റ് ടെസ്റ്റ് നേരിട്ട് കാണുക. ശ്രീമാൻ ഹിച്ച്കോക്കിന്റെ വാരിക്കുഴിയിലെ കൊലപാതകം എന്ന നോവൽ ഏതെങ്കിലും പ്രശസ്ത സംവിധായകരെ കൊണ്ട് സിനിമയാക്കുക. സർവോപരി സിനിമാ പ്രേക്ഷകരുടെ എല്ലാം മനം കവരുന്ന ശ്രീമതിയല്ല, പല ശ്രീമതിമാരുമായിട്ടൊക്കെ ഒന്ന് കാണുക. അവരുമായിട്ടല്ല, അത് പറയരുത്. ശരി ശരി, പറയുന്നില്ല. അത് വേണ്ട. ഇതിനെല്ലാം വേണ്ടി മദ്രാസിലേക്ക് പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ അവസരത്തിൽ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഞങ്ങൾക്ക് ട്രെയിന് സമയമായി, ഞങ്ങൾ പോണം.